അപ്പെക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ ദിവസമായിട്ട് ഇന്നാണ് സൂമിൽ വരുന്നത്. കാരണം നമുക്ക് ഒരുപാട് പേര് സൂം ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് വരാഞ്ഞത്. ഓക്കെ, എന്നിരുന്നാലും ഇന്ന് പുതുതായിട്ട് വന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഫേസ് ടു ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇതിന്റെ ഈ അപ്പെക്സ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഈ ക്രിപ്റ്റോ കറൻസി ഏകദേശം നിങ്ങൾക്കറിയാം, ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ട് തന്നെ ഏകദേശം 21-22 മാസമൊക്കെ ആയിട്ടുണ്ട്. എന്നാൽ കമ്പനിക്ക് 2 വർഷത്തിന്റെ അടുത്ത് ഏകദേശമായി. ഈ അപ്പെക്സ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഈ ടോക്കൻ നിങ്ങൾക്കറിയാം, ഇതിന്റെ സിഒ അഭിജിത്ത് മാണി എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് ഇതിന്. മാത്രമല്ല, ഒരു 4-5 കൺട്രിയിലെ ആളുകളാണ് ഈ ടോക്കനെ നയിച്ചുകൊണ്ട് പോകുന്നത്. അതിന്റെ സിഒ എന്ന് പറയുന്നത് ഏകദേശം ഈ സ്റ്റോക്കിന്റെ 60% ഷെയർ അഭിജിത്ത് മാണി സാറിന്റെ കയ്യിലാണ്. ബാക്കി 40% ഉള്ളൂ പബ്ലിക്കിന്റെ കയ്യിലും അല്ലെങ്കിൽ മറ്റൊരാളുടെ കയ്യിലും ഉണ്ടാവുന്നുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പെക്സ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഈ ടോക്കൻ അഭിജിത്ത് മാണി എന്ന് പറയുന്ന ആളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തിന്റെ ഉള്ളിൽ ഈ ടോക്കൻ വരുന്ന സമയത്ത് ഇവർ പറഞ്ഞ കാര്യം ഇങ്ങനെയൊക്കെയാണ്: ഞങ്ങൾക്ക് 15,000 കോടി ടോക്കനാണുള്ളത് 3 നെറ്റ്വർക്കിലായിട്ട്. ഏതൊക്കെ നെറ്റ്വർക്ക് പറഞ്ഞത്? BNB ഉണ്ട്, TRC ഉണ്ട്, ട്രോൺ ഉണ്ട്, അല്ലെ എത്തേറിയ ഉണ്ട്. ഇങ്ങനെ 3 നെറ്റ്വർക്കിലായിട്ട് 15,000 കോടി ടോക്കൺ വരുന്നുണ്ട്. മാത്രമല്ല, ഈ 15,000 കോടി ടോക്കൻ വന്ന് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യും. വരാൻ പോകുന്ന 5 വർഷം കൊണ്ട് ഈ ടോക്കൻ 3 നെറ്റ്വർക്കും നമ്മൾ ലിസ്റ്റ് ചെയ്യും. പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്നാമത്തെ ടോക്കൻ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് $12 എക്സ്ചേഞ്ചിലെത്തും. അതുമാതിരി ബൈ സെക്കൻഡ് വരുമ്പോഴും $12 എക്സ്ചേഞ്ചിൽ വരും. തേർഡ് വരുമ്പോഴും $12 എക്സ്ചേഞ്ച് വരും. അപ്പൊ നമുക്കെല്ലാവരും ഏത് കമ്പനി വരാണെങ്കിലും കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പബ്ലിക് ഉണ്ടാവണമെങ്കിൽ ബൈനറി പ്ലാനിലായിരുന്നു വരിക. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾക്ക് നിലവിൽ വന്നിരിക്കുന്നത് എന്താണ്? ഫേസ് 1 പറഞ്ഞ ഓപ്ഷൻ വന്നു, ഫേസ് 2 വന്നു, ഫേസ് 4 വന്നു. ഇനി ഫേസ് 3ന്റെ ഇടയിൽ വരാനുണ്ട്. പക്ഷെ ഓരോ ഘട്ടമായിട്ടാണ് വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അപ്പെക്സ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഈ ടോക്കനെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറയുന്ന സമയത്ത് ഇത് ഫസ്റ്റ് തന്നെ ലിസ്റ്റ് ചെയ്ത സമയം ഏകദേശം നമുക്കറിയാം, ഒരു 1.5 വർഷം മുന്നേ ഇത് ലിസ്റ്റ് ചെയ്തു. 9 രൂപയിലായിരുന്നു ലിസ്റ്റ് ചെയ്ത്. അതങ്ങനെ കാലക്രമേണ ആ ടോക്കൻ ആളുകൾ വാങ്ങി കുറച്ച് ഏകദേശം റേറ്റ് എത്തിയപ്പോൾ $1 2024 ഒക്ടോബർ മാസത്തില് ഇതിന് $1 വില വന്ന ടോക്കനാണ്. ഏകദേശം വളരെ ടോക്കനാണ്. റേറ്റ് ചില വലിയ ലെവലിലേക്ക് പോകാം, ചില കുറച്ച് കുറയാം. പക്ഷെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഫേസ് 2 എന്ന പ്രൊജക്ട് കൊണ്ടുവന്നു. അത്യാവശ്യം ഏണിങ്സ് വന്നു. ഓക്കെ, അത്യാവശ്യം ഏണിങ്സും കാര്യങ്ങളൊക്കെ വന്നു. മാത്രമല്ല, അപ്പെക്സ് സ്റ്റോക്കിനെ കുറിച്ച് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്, അപ്പെക്സ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഈ ടോക്കൻ ആദ്യമായി ലിസ്റ്റ് ചെയ്ത എക്സ്ചേഞ്ചിന്റെ പേര് അസ്ബിറ്റ് എന്ന എക്സ്ചേഞ്ച് ആയിരുന്നു. ഓക്കെ, അസ്ബിറ്റ് എന്ന എക്സ്ചേഞ്ചിൽ വന്ന ഈ ടോക്കന് കുറച്ച് കഴിഞ്ഞപ്പം ഇത് കോയിൻബിറ്റ് എന്ന എക്സ്ചേഞ്ചിൽ വന്നു. ഇത് രണ്ടും ടയർ 3 ലെവലിൽ എക്സ്ചേഞ്ചാണ്. അപ്പൊ നമ്മൾ പറയലോ, ഒരു നോർമൽ എക്സ്ചേഞ്ചിനാണ് ഇതെല്ലാം രണ്ടും വന്നത്. പിന്നെ എന്താ ഇത് അവിടുന്ന് സെക്കൻഡ്, അത് രണ്ടാമത്തെ സ്റ്റെപ്പ് വെച്ചത് ഇത് ട്രസ്റ്റ് വാലറ്റ് ലിസ്റ്റ് ചെയ്തു. ട്രസ്റ്റ് വാലറ്റിൽ നമുക്കറിയാം, നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ അല്ലെങ്കിൽ ടോക്കൺ ബേസ് നമ്മൾ കാര്യം പറയുമ്പോൾ ഒരുപാട് നെറ്റ്വർക്ക് ടോക്കൺ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അപ്പെക്സ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഈ ടോക്കൺ ട്രസ്റ്റ് വാലറ്റ് ലിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ പിക്ചർ തന്നെ മാറി. കാരണം എന്താ, നമ്മളെ ലൈഫിൽ നമ്മൾ കണ്ട ടോക്കൺ ഒന്നും എവിടെയും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ട്രസ്റ്റ് വാലറ്റ് പോലത്തെ വാലറ്റുകൾ ചെയ്യില്ല. എന്താ ട്രസ്റ്റ് വാലറ്റ് പ്രത്യേകത? ട്രസ്റ്റ് വാലറ്റിലാണ് ഈ കണ്ട മനുഷ്യന്മാർ മൊത്തം ഡോളറായിട്ടും ടോക്കണായിട്ട് സൂക്ഷിക്കുന്നത്. കാരണം എന്തുവാ, അത് 12 ഡിജിറ്റൽ വേർഡ്സ് ത്രൂ ആണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 100% ആളുകൾക്ക് എന്താണ്, വിശ്വാസമാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പെക്സ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ രണ്ടാമത്തെ സ്റ്റെപ്പ് എടുത്തതിന് ട്രസ്റ്റ് വാലറ്റ്. മൂന്നാമത്തെ ഒന്ന് ബിഗ് മാർട്ടിൽ വന്നു. അപ്പൊ നമുക്ക് അമേരിക്കനിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പ് എക്സ്ചേഞ്ച് ആ ബിഗ് മാർട്ട്. നിങ്ങൾ രാത്രി 2 മണി 3 മണിക്കൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ സെല്ലേഴ്സിനും ബയേഴ്സിനും കാണാൻ പറ്റും. പിന്നെ വന്നത് എന്താ? പിന്നെ എൽ ബാങ്കിൽ വന്നു, പിന്നെ ST.com വന്നു. ഇപ്പൊ നമുക്ക് അത് കൂടാതെ തന്നെ BSE സ്കാനിൽ നമുക്ക് നോക്കാം. ഈ ടോക്കൻ ആരൊക്കെ കയ്യിലുള്ളത് BSE സ്കാനിൽ പോയി സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. കാരണം ഈ BNB എന്ന നെറ്റ്വർക്കിൽ 3000 കോടി ടോക്കനാണുള്ളത്. ഈ 3000 കോടി ടോക്കനും ഇപ്പൊ എവിടെയാണ് കിടക്കുന്നത്? നമുക്ക് BSE സ്കാൻ ചെക്ക് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ആരൊക്കെ വാലറ്റിൽ എത്ര കിടക്കുന്നുണ്ട്, കമ്പനിയുടെ അടുത്ത് എത്ര കിടക്കുന്നുണ്ട്. ഇതെല്ലാം
ഓപ്പണാ, ഒന്നും മറച്ചു വെച്ച കാര്യമല്ല. അല്ലെങ്കിൽ ഈ പിന്നെ എന്റെ കയ്യിലോ അല്ല അഭിജിത് മണി സാറിന്റെ കയ്യിലോ അല്ലെങ്കിൽ വേറൊരു വലിയൊരു ഫൗണ്ടറുടെ കയ്യിലോ കോടിക്കണക്കിന് വെക്കില്ല. കാരണം ഇതെല്ലാം ഇതിന്റെ ടോക്കണോമിൽ തന്നെ പറയുന്നുണ്ട്. എന്താ പറയുന്നത് ടോക്കണോമിൽ? ഇതാ, ഞങ്ങൾക്കുണ്ടാകുന്ന 100% ടോക്കന്റെ 34% പബ്ലിക്കിൽ കൊടുക്കുക. ഓക്കെ, 20% ഫൗണ്ടർമാർക്കുള്ളതാ, ഇതിന്റെ സിഒ അന്നമല്ല ആളുകൾക്ക് കൊടുക്കാനുള്ള, ആരൊക്കെ ഇതിന്റെ ഷെയർ അവർക്കുള്ളതാണ്. പിന്നെ എന്താ പറയുന്നത്, 10% പ്രൊമോട്ടേഴ്സിനുള്ളതാണ്, ചാരിറ്റിക്കുള്ളതാണ്, മീഡിയക്കുള്ളതാണ്, പ്രൊമോഷൻ ചെയ്യുന്നവർക്കുള്ളതാണ്. ഇങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായി ടോക്കണോമി എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് പോയാൽ നിങ്ങൾക്ക് ഇതെല്ലാം ബൈ ഹാർട്ടായി കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത് ഈ അപ്പർ സ്റ്റോക്കിന്റെ എല്ലാ കാര്യങ്ങളും എവിടെ കൊടുത്തിട്ടുണ്ട്, BSE സ്കാനിലുണ്ട്. ഇനി ഈ ടോക്കണിന്റെ മാർക്കറ്റിൽ ഇറങ്ങിയ സമയത്ത് ഇത് 18,000 റാങ്കിലായിരുന്നു. കാരണം മാർക്കറ്റ്, അതായത് കോയിൻ മാർക്കറ്റ് ക്യാപ്പ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 50,000-ഓളം ടോക്കൺ ഉണ്ട് മാർക്കറ്റിൽ. ഒരുപാട് ടോക്കൺസ് ഉണ്ട്. ഈ ടോക്കണൊക്കെ നമുക്ക് നോക്കാൻ, നമുക്ക് കാണാൻ പറ്റുന്ന പറയുന്നത് കേട്ടോ. അതില് നമ്മളതൊക്കെ നോക്കുന്ന സമയത്ത് 18,000 റാങ്കിലായിരുന്നു. കാരണം ആ ടോക്കന് ഗ്രിപ്പ് ചെയ്ത് വരുന്ന സമയത്ത് ഓരോന്ന് മേലെ 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 പോകുന്ന നമുക്ക് കാണാം. ഇപ്പോ അത് നമ്മൾ നടക്കുന്നത് 2000-ലാണ്, 2000 സംതിങ്ങിലാണ് നമ്മൾ ടോക്കൺ കിടക്കുന്നത്. ഇത് 1000-ലേക്ക് എത്തിയതാ. ഇത് കഴിച്ച് ഇറങ്ങുന്നുണ്ടാവും, കയറുന്നു. ഇനി ഇതിങ്ങനെ കയറി നമ്മൾക്ക് ആഗ്രഹം, നമ്മൾ ടോക്കന് ഒരു 100, 200, 300, 500 ഡോളർ ആവാനാണ് ആഗ്രഹം. പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായിട്ട് സമയങ്ങളുണ്ടാവും. ആ സമയം അനുസരിച്ച് ഇത് പോകുന്ന നമുക്ക് കാണാൻ പറ്റും. വലിയ വിലയിൽ പോയിട്ടുണ്ടെങ്കിൽ താന്നിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ടോക്കന് അത്യാവശ്യം വില എന്തായിരുന്നു, താന്നിരുന്നു. 9 പൈസയിൽ എത്തിയിരുന്നു. കഴിഞ്ഞ മാസം 16-ാം തീയതി ഒക്കെ നോക്കുമ്പോൾ 9 പൈസയിൽ എത്തിയ ടോക്കനാണ്. പക്ഷെ ആ 9 പൈസ ഇതിന്റെ ഐറ്റംസിന് മാറിയിട്ട് നേരെ ആ ദിവസം മുതൽ ഇത് കേരളം കൊടുത്തി. കയറുന്ന എങ്ങനെയാ? 9, 10, 20, 21, 22, 24, 25, 30, 32, 34, 36, 38, 40, 42, 50, 51, 50 ഈ ലെവലിലേക്ക് ഇതിന്റെ റേറ്റ് കയറിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഓരോ ദിവസം ഇതിന്റെ റേറ്റ് കയറുന്ന നമുക്ക് കാണാൻ വേണം. ഇപ്പൊ കമ്പനി നമ്മൾ ഇത്രയേ ഉള്ളൂ പറയുന്നുള്ളൂ, വരാൻ പോകുന്ന 6 മാസം കൊണ്ട് ഈ ടോക്കൻ വലിയ റേറ്റിൽ ഏൺ ചെയ്യും. എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ഒരാളോട് ചോദിക്കുക, ഈ ടോക്കൻ നമുക്ക് ഇങ്ങനെ പേയ്മെന്റ് കിട്ടുമോ, പൈസ കിട്ടുമോ? നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിക്കുക. നിങ്ങളെ മൊബൈൽ എടുത്ത് തെരഞ്ഞിട്ട് നിങ്ങൾ അപ്പെക്സ് ടോക്കൻ നിങ്ങൾക്ക് എവിടെ നോക്കാൻ പറ്റുന്ന അറിയാങ്ങൾ. സിമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, ഒരാൾക്ക് മനസ്സിലാകാൻ വേണ്ട. ഇപ്പൊ നമ്മുടെയൊക്കെ മൊബൈൽ AI കണക്റ്റഡാ. വാട്സപ്പിൽ നോക്കിയപ്പോൾ 7 ഉണ്ട്. APX എന്ന് അടിച്ചു നോക്കിയാൽ വിത്തിൻ സെക്കൻഡ് കൊണ്ട് അവിടെ ടൈപ്പ് ചെയ്ത് കയറി വരും അപ്പെക്സ് ടോക്കൻ. എന്താ അതിന്റെ പ്രൈസ്, എവിടെ സ്ഥിതി ചെയ്യുന്നു, എന്താ അതിന്റെ കാര്യങ്ങൾ, മൊത്തം ഡീറ്റെയിൽ നിങ്ങൾക്ക് AI പറഞ്ഞു തരും. ഹലോ, അത് മലയാളത്തിൽ കൊണ്ട് ചെയ്താൽ മൊത്തം കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടാവും. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കും എപ്പോഴും എന്തും പറയാം. അതിനൊന്നും ഇവിടെ പ്രശ്നമുള്ള കാര്യമില്ല. ഇപ്പൊ ചില ആളുകൾ പറയും, പിന്നെ നാസർക്ക നിങ്ങളെ ടോക്കനെ കുറിച്ച് സ്കാമാണ്, അതാണ് ഇതാണ്, എന്തും പറയാ. ഒരാൾക്കും ഇതിന് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. നെഗറ്റീവ് ഉള്ളിടത്തേ പോസിറ്റീവ് ഉണ്ടാവുള്ളൂ. എന്ത് കാര്യം പറഞ്ഞാലും അത് ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ഈ നമുക്കുള്ള ഈ നെഗറ്റീവ്, നമ്മൾ കമ്പനിക്കുള്ള പോരായ്മ, അല്ലെങ്കിൽ അഭിസ്മണിന്ന് ഈ കൂട്ടായ്മയുടെ പോരായ്മ, അല്ലെങ്കിൽ ഈ CEO എന്ന് പറഞ്ഞ ഈ ഡെവലപ്പേഴ്സിന്റെ പോരായ്മ എന്തുണ്ടോ അത് നേരെ പബ്ലിക് പറഞ്ഞു കൊടുക്കുക. എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്? അതൊരു ലെറ്ററിലായിരിക്കും പറഞ്ഞു കൊടുക്കുക, മെസ്സേജിലായിരിക്കും, അല്ലെങ്കിൽ ഇതായിട്ടും. എങ്ങനെയാണെങ്കിലും ഒരു കാര്യം, ഒരു അടി അങ്ങ് തെറ്റുമ്പോ അത് കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന പല ഗ്രൂപ്പില് ലീഡേഴ്സും പല നെറ്റ്വർക്ക് ആയിട്ടുള്ള വാട്സപ്പ് കൂട്ടായ്മയും എന്തും ആവട്ടെ, ആര് എന്ത് പറഞ്ഞാലും എന്തിനെ മൂടി വെച്ചാലും ഒരു ദിവസം ഈ ടോക്കൺ തിളച്ചു മറിയുകയും ചെയ്യും. അന്നത് വലിയ റേറ്റിലാവും ചെയ്യും. നമുക്ക് ആരെക്കുറിച്ച് എന്തും എപ്പോഴും പറയാം, അതൊന്നും ഇവിടെ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. എന്തും പറയട്ടെ. കാരണം ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ റേറ്റ് ഈ 50 പൈസയിൽ നിന്ന് 5, 10, 25, 50 രൂപയ്ക്ക് എത്തുന്ന സമയത്ത്, അന്ന് ഇയാൾ പറഞ്ഞിരുന്നല്ലോ, $1 എത്തിയാൽ എൻ്റെ പൊന്നു സുഹൃത്തെ, ഈ ടോക്കന് വരാൻ പോകുന്ന 6 മാസം കൊണ്ട് ഇത് $1 എത്തും. കമ്പനി പറഞ്ഞു $2 to $5. ബിനാൻസ് എത്തുമ്പോൾ $2 to $5 എത്തും. $1 എത്തിയാൽ നിങ്ങൾ ഇന്ന് വാങ്ങുന്ന ടോക്കന്റെ 200 ഇരട്ടിയായിട്ട് മാറുന്നുണ്ടാവും. വന്നോ വന്നില്ലേ മറ്റൊരു വാക്കം, പക്ഷെ എത്തിയാൽ 200 ഇരട്ടിയായിട്ട് മാറും. നിങ്ങൾ ഇട്ടിരിക്കുന്ന $100 ആണെങ്കിൽ അതിന്റെ 200 ഇരട്ടി എന്ന് പറഞ്ഞാൽ ആലോചിച്ചോക്കാൻ എത്രയാന്നുള്ളത്. ചെറിയ പൈസയല്ല, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. നമുക്കത് മനസ്സിലങ്ങനെ $20,000 അത് മാറും എന്നുള്ളതാണ് കമ്പനി പറഞ്ഞത്. കാരണം $1 എത്തിയാൽ, ഒറ്റ ഡോളറിൽ 20,000 വില പൗണ്ട് എത്രയായിരിക്കും? $20,000 എമൗണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ പൈസയല്ല. 18 ലക്ഷം റുപ്യ നിങ്ങൾ $100 വാങ്ങിയ
9,000 രൂപയ്ക്ക് വാങ്ങി നിങ്ങളെ ട്രസ്റ്റ് വാലറ്റിൽ വെച്ചോളൂ. നിങ്ങൾ വേറെ എവിടെയും കൊടുക്കണ്ട. നിങ്ങൾക്ക് പ്രോഫിറ്റും വേണ്ട. എനിക്കിതിങ്ങനെയൊന്നും വേണ്ട നസർക്ക, എനിക്ക് ഇങ്ങനെയൊന്നും വേണ്ട, എനിക്കിത് വാങ്ങി വെക്കാൻ പറ്റില്ല. ആൾക്കാർ ചോദിച്ചു, വാങ്ങി ട്രസ്റ്റ് വാലറ്റ് വെച്ചോളൂ, എപ്പോ വേണമെങ്കിലും വെക്കാം. ഇപ്പൊ നമുക്കറിയാം ലൂണ എന്ന് പറഞ്ഞ കോയിന് നമ്മളൊക്കെ പരിചയപ്പെട്ട കോയിനാ. 9,000 രൂപയുള്ള കോയിൻ ബിനാൻസ് ലിസ്റ്റ് ചെയ്താ ഇന്ന് 2 പൈസ വില. 2 പൈസ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. നമുക്കറിയാം സിബ എന്ന് പറഞ്ഞ കോയിന് എല്ലാവരുടെ കയ്യിലുണ്ടാവും. പ്രൊജക്റ്റും കാര്യങ്ങളൊന്നും അല്ല. ആ ഷിബ എന്ന് പറഞ്ഞ കോയിൻ വേൾഡ് മാർക്കറ്റിൽ നമ്മളുടെ കോയിൻ മാർക്കറ്റ് നോക്കുമ്പോൾ 4-5 സ്ഥാനത്ത് കിടക്കുക. അതെന്താണെന്നറിയോ? പബ്ലിക്കുമായിട്ടാ. അതിന്റെ എത്രയെന്നറിയോ? ഇതിന്റെ സപ്ലൈ കോടിയാ. 1, 5, 100, 1000, 10,000, ലക്ഷം കോടിയല്ല, അത്ര കോടിക്കണക്ക് ടോക്കനാ. അതുകൊണ്ട് തന്നെ 0.0000001, 2 ഒക്കെ എന്റെ റേറ്റ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പെക്സ് ടോക്കനെ കുറിച്ച് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത് 0.05152 ഇന്നത്തെ ടുഡേ റേറ്റ് നിൽക്കുന്നത്. കറണ്ട് ഏകദേശം 45-50 പൈസന്റെ റേറ്റിലാണ് ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പെക്സ് ടോക്കൺ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വാങ്ങി വെക്കാം, എപ്പോ വേണമെങ്കിലും വിൽക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അഭിജിത്ത് മാണി എന്ന് പറയുന്ന ഈ കമ്പനിയുടെ അല്ലെങ്കിൽ കമ്പനിയുടെ സിഇഒ, അതുപോലെ തന്നെ ഈ അഭിജിത്ത് മാണി എന്ന് പറഞ്ഞ ഈ ഒരു കൂട്ടായ്മ അവരുണ്ടാക്കിയ ടോക്കൻ ഏത് പാതിരാത്രിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വിൽക്കുമ്പോൾ അതിന്റെ പൈസ ഡോളർ കയറുന്നില്ലേ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഏതെങ്കിലും ഒരു കമ്പനി പറയാൻ പോകുന്ന 1.5 വർഷമായിട്ട് മാർക്കറ്റിൽ സ്റ്റഡി ആയ ടോക്കന് ഇത്രയും വലിയ എക്സ്ചേഞ്ചിൽ വന്നിട്ട് ഇനിയും ഇപ്പൊ 6ഓളം എക്സ്ചേഞ്ച് കിടക്കാട്ടോ, 1 അല്ല 6ഓളം എക്സ്ചേഞ്ചിൽ വരാൻ നിൽക്കുക. അതൊന്നുമല്ല, ഇപ്പൊ ലൈവിലുള്ള എക്സ്ചേഞ്ചിൽ നിങ്ങൾക്ക് ഇതാ കാണാം, എപ്പോ വേണമെങ്കിലും വിൽക്കാം, അപ്പൊ തന്നെ ഡോളർ ക്രെഡിറ്റ് ആവും. സെല് ചെയ്യുക, ബൈ ചെയ്യുക, ഒരു ഇഷ്യൂ ഇല്ല. കാരണം എന്താ? ഈ ടോക്കന്റെ പവറാണ്. ഈ ടോക്കനെ കുറിച്ച് പറയാനുള്ളതാ. എത്ര പൈസ ആകട്ടെ, നമ്മളിപ്പോ എല്ലാ നെറ്റ്വർക്ക് ലീഡേഴ്സിന്റെ കയ്യിലുണ്ടല്ലോ ഇഷ്ടംമാതിരി ടോക്കൺ ഉണ്ട്. ഇത് അവിടെ വന്നിട്ടായിരുന്നു, ഇവിടെ വന്നിട്ട് ഇന്ത്യക്ക് ലക്ഷക്കണക്കിന് ടോക്കൺ ഉണ്ട്. വിൽക്കാൻ പറ്റൂല. കാരണം എന്താ? വിൽക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാ? അത് ലിസ്റ്റ് ചെയ്തിട്ടില്ല, അതിന് ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ അത് വാങ്ങാൻ ആളില്ല. ഇത് നമ്മൾ കൊടുക്കുന്ന ടോക്കന് വാങ്ങാൻ ലൈനിൽ ആളുണ്ട്. ഒന്ന് വിട്ടുപോണി. ചില ആൾക്കാർ സ്കാം എടുത്തിട്ട് വലിയ അടി കുറച്ച് കുറക്കും. ഇതിന്റെ ക്യാൻഡലും താക്ക് പോകാൻ വേണ്ടി ചില ആൾക്കാർ ഉള്ള റേറ്റ് പെട്ടെന്ന് നോക്കും, അപ്പൊ അവരുടെ പൈസ പോയി. ഇത് വെച്ച് നിൽക്കുന്നവനെ മേലക്ക് പോകുന്നുണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ടോക്കന് 5-10 രൂപയാകാൻ അധികം താമസമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ വീട്ടിലെ ഗോൾഡോ വീടിന് ലോൺ എടുത്തിട്ടോ പിന്നെ വട്ടിക്ക് വാങ്ങിയിട്ടോ ഒരാൾ ഇതിൽ കൊണ്ടുവിടണ്ട. ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഒറ്റ കാര്യമുള്ളൂ, ചെറിയ പൈസ മതി. $50 മതി, 4,500 രൂപ മതി. $50 നിങ്ങൾ വാങ്ങിയിട്ട് അപ്പെക്സ് സ്റ്റോക്ക് നിങ്ങൾ ട്രസ്റ്റ് വാലറ്റ് വെച്ചോളൂ, എപ്പോ വേണമെങ്കിലും വിൽക്കാം, ആരോടും ചോദിക്കണ്ട. എന്നിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഇത് ഒന്നാമത്തെ ഓപ്ഷനാണ്. അപ്പെക്സ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റ് വെച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്ചേഞ്ചിൽ വെച്ചോളൂ. എനി ടൈം നിങ്ങൾക്ക് വിൽക്കാം, ലാഭം കിട്ടുന്ന സമയത്തേക്ക് വിൽക്കാം. ഇല്ല, നിങ്ങൾ 2-3 കൊല്ലം ലോക്ക് ചെയ്ത് വെച്ചോളൂ, അപ്പോഴും വിൽക്കാം. എന്നാൽ അപ്പെക്സ് ടോക്കൻ ഈ നമ്മളെ കമ്പനി അപ്പെക്സ് ടോക്കൻ എന്ന് പറഞ്ഞ ഈ കമ്പനി പറയുന്ന ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മൾ ഈ ടോക്കൺ നിങ്ങൾക്ക് 2 വെബ്സൈറ്റിൽ നമുക്ക് വരുമാനം തരുന്നത്. ഒന്ന് നിങ്ങൾക്ക് വാങ്ങി വെക്കാം, എപ്പോൾ വേണമെങ്കിലും വിൽക്കാം. പ്രോഫിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും, നഷ്ടം ആകുമ്പോൾ കൊടുക്കേണ്ട അവിടെ വെച്ചാൽ മതി. എന്നാൽ രണ്ടാമത്തെ ഓപ്ഷൻ ഈ ടോക്കൻ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് പ്രോഫിറ്റ് തരുന്ന ഏത് രൂപത്തിലാ വെച്ചാൽ ബാനിങ് സിസ്റ്റത്തിലാണ്. ഇനി ഇതിന്റെ ഒരു കോപ്പി ഇപ്പൊ അടുത്തുണ്ടാവില്ല കേട്ടോ. ഈ അപ്പെക്സ് ടോക്കൺ എന്ന് പറഞ്ഞ ഈ കമ്പനിക്ക് ഒരു കോപ്പി ഉണ്ടാവില്ല. കാരണം ഉണ്ടാകണമെങ്കിൽ ഒരു ടോക്കൺ എടുത്ത് മാർക്കറ്റിൽ 3-4 എക്സ്ചേഞ്ചുകളിൽ വന്ന് എന്നിട്ട് വേണം ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ. അപ്പൊ ഈ ടോക്കൺ വരണമെങ്കിൽ തന്നെ 2 വർഷം പിടിക്കും. ഇന്നൊരാളെടുത്ത് സ്റ്റഡി ആയിട്ട് ടോക്കണൊക്കെ ആയി ലെവലായി വന്നാൽ ഓൺ ടോക്കൺ ലിസ്റ്റ് ചെയ്ത് മാർക്കറ്റിൽ ചാർട്ടും കാര്യങ്ങളും കിട്ടി കഴിഞ്ഞിട്ട് വേണം ഒരു അപ്പെക്സ് ടോക്കൺ എന്ന് പറഞ്ഞ ഫേസ് ടു പറഞ്ഞ ഓപ്ഷൻ കൊണ്ടുവരണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബാനിങ് സിസ്റ്റം കൊണ്ടുവരണമെങ്കിൽ. അല്ലാത്ത വേറെ കമ്പനിക്ക് കയറാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? 2 ഓപ്ഷനാണ്, 2 ഓപ്ഷൻ. ഒന്ന് ഞാൻ പറഞ്ഞു വാങ്ങി വെക്കാം, എപ്പോൾ വേണമെങ്കിലും വെക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ, നിങ്ങൾ ആരാണ് ഇതിക്ക് ഇൻട്രൊഡ്യൂസ് എടുക്കുന്നത് അവരോട് നിങ്ങൾ റെഫർ ലിങ്ക് ഒന്ന് വാങ്ങി നിങ്ങൾ ട്രസ്റ്റ് വാലറ്റ് പോയിട്ട് നിങ്ങൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഡിസ്കവറി ഓപ്ഷനിൽ പോയി ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ID കിട്ടും. അവിടെ തന്നെ മെയിൽ ID, ഫോൺ നമ്പർ, പേരടിച്ചാൽ അപ്പം തന്നെ ക്രിയേറ്റ് ചെയ്യും. ട്രസ്റ്റ് വാലറ്റിൽ സെമി ഡീസെൻട്രലൈസ്ഡ് ആണ്, അവിടെ നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടും. ആ ഓപ്പൺ ആയി കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് മിനിമം $50. $50 നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ $50 4,500 രൂപയാണ്. ഈ $50 ഇനി എത്രയോ പൈസ ആകട്ടെ, ആ ഡോളർ നമുക്ക് എന്ത് ചെയ്യാം? പോയി വാങ്ങിയിട്ട് അത് നമ്മൾ അപ്പെക്സിന്റെ വെബ്സൈറ്റിൽ, അതായത് സെമി ഡീസന്റ് വെബ്സൈറ്റിൽ നമ്മൾ സ്റ്റേക്ക് ചെയ്യുമ്പോൾ 2 ഓപ്ഷൻ അവിടെ നടക്കുന്നുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ, നിങ്ങൾക്ക് കമ്പനി നിങ്ങൾക്ക് ഡെയിലി പ്രോഫിറ്റ് തരണമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന ടോക്കൻ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം. ഏത് രൂപത്തിൽ? ഡെപ്പോസിറ്റ് 2 സിസ്റ്റം ഉണ്ട്. ഒന്ന് നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റ് വെക്കാം, എപ്പോൾ വേണമെങ്കിലും വെക്കാം, അവിടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് പ്രോഫിറ്റിലാണെങ്കിൽ
വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ടോക്കൺ വിറ്റ് പ്രോഫിറ്റ് എടുത്ത് പോകാം, എപ്പോഴും വിൽക്കാം അവിടെ. പക്ഷേ ഇവിടെ നിങ്ങൾ മിനിമം 6 മാസം സമയം ചോദിക്കുന്നുണ്ട്. 6 to 1 year ഒക്കെ ചെയ്യാം, പക്ഷെ മിനിമം 6 മാസം സ്റ്റേക്കിംഗ് ടൈം ഉണ്ട്. അവിടെ എന്താ ചെയ്യുന്നത്, നിങ്ങൾ എടുക്കുന്ന 1000 ടോക്കൺ ആകട്ടെ, എത്ര ടോക്കൺ ആവട്ടെ, 1000 ടോക്കൺ ആണെങ്കിൽ അതിന്റെ 42% സ്പോട്ടിൽ ബാൻ ആവും. ബാക്കി 58% ടോക്കന് നിങ്ങൾക്ക് 6 മാസത്തേക്ക് അവിടെ എന്ത് ചെയ്യും, സ്റ്റിൽ ചെയ്ത് നിർത്തും. സ്റ്റില്ല് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിൽക്കും. അപ്പൊ എന്താ ഉണ്ടാവുന്നത്, ഈ 58% എത്രയാണോ ഡെയിലി കിട്ടുന്ന പ്രോഫിറ്റ് അത് ജനറേറ്റ് നിങ്ങളെ കറണ്ട് ബാലൻസിൽ വരും. ഞാൻ പറഞ്ഞു വരുന്നത് 42% നിങ്ങൾക്ക് കരിഞ്ഞു പോയി. ഇത് കരിഞ്ഞു പോകുമ്പോൾ എന്താണ്, 15,000 കോടി ടോക്കനിൽ 3000 കോടിയാണ് BNB പറഞ്ഞ ടോക്കൺ ഉള്ളത്. ഈ 3000 കോടിന്റെ 42 to 50% ബാനിങ് ഉണ്ടാവും. ഈ 42% ബാൻ ആകുമ്പോൾ ബാക്കിയുള്ള ടോക്കന് ഡെവലപ്പ് ആവും, റേറ്റ് കൂടുന്നുണ്ടാവും. ഓക്കെ, ഈ 42%ന്റെ 10% ബൈനറിയും ആയിട്ട് തരുന്നുണ്ടാവും, 10% റെഫറലായിട്ടും തരും. നിങ്ങൾ ആരാണോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവർക്ക് 10% ടോക്കൺ കയറും. ഓക്കെ, ആരാണോ നിങ്ങൾക്ക് ബൈനറി 1:1 മാച്ച് ആവുന്നത് അവിടെയും 10% ടോക്കൺ കിട്ടും. നിങ്ങൾക്ക് ബാനിങ്ങിന്റെ ആണ് കിട്ടുന്നത്. ഒരിക്കലും നിങ്ങൾ ഇട്ട ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രൈസ് നോക്കിയല്ല തരുന്നത്, അവിടെ ബാൻ ചെയ്യുന്ന 42% തരുള്ളൂ. ഈ 42% ബാനിങ് നിങ്ങൾക്ക് എടുക്കാം. എടുത്തിട്ട് എത്രയാണോ മീതി ബാക്കി ബാലൻസ് ഉള്ളത് അത് ഡിവൈഡ് ബൈ ഓൾ കസ്റ്റമർക്ക് അന്ന് തന്നെ കൊടുക്കുക. ഇപ്പോഴത്തെ നിലവാരം അനുസരിച്ച് 0.35 വെച്ച് പെർ ഡേ നമുക്ക് കിട്ടുന്നത് ടോക്കനാണ് കിട്ടുന്നത്. ടോക്കന്റെ പ്രൈസ് കയറുന്ന നമ്മളെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും, നമ്മളെ പ്രൈസും നമ്മളെ വരുമാനം കൂടിക്കൊണ്ടിരിക്കും. 6 മാസം കഴിയുമ്പം 58% ടോക്കൺ നിങ്ങൾക്ക് അവിടെ സ്റ്റില്ലായി നിൽക്കുന്നുണ്ട്. അന്ന് നിങ്ങൾക്ക് 5 രൂപയാണെങ്കിൽ 5 രൂപയ്ക്ക് ഓൾ ടോക്കൺ വേണമെങ്കിൽ വിൽക്കുക, അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാം. പിന്നെ നിങ്ങൾക്ക് ലോക്കില്ല. നിങ്ങൾ 58% ഒരിക്കലും ലോക്കല്ല. അപ്പൊ എപ്പോഴും റിലീസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അവിടെ നിർത്തിയാൽ വീണ്ടും നിങ്ങൾക്ക് ഇതേ പ്രോസസ് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിലോ ഇത് ലൈഫ് ടൈം വരുമാനം തരുന്നതാണ്. ഏതൊക്കെ വിധത്തിൽ വരുന്നത്, ഈ വരുമാനത്തിന്റെ പ്രത്യേകത പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബാനിങ് അനുസരിച്ചാണ് നമുക്ക് പെർസെന്റേജ് എടുത്തിരുന്നത്. ബാനിങ്ങിനാണ് റെഫറൽ വരുന്നത്, ബാനിങ്ങിനാണ് ബൈനറി വരുന്നത്. ഒരിക്കലും നിങ്ങൾ തത്തുല്യമായി ഇട്ട 1,00,000 രൂപന്റെ ബൈനറി റെഫറൽ അല്ല തരുന്നത്, ബാൻ ചെയ്യുന്നത് മാത്രം. അതുകൊണ്ട് തന്നെ നിങ്ങൾ 58% 100% സേഫ് ആയിട്ട് ടോക്കൺ അവിടെ കിടക്കുന്നുണ്ടാവും. ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഇപ്പൊ നമ്മൾ അപ്പസ് ടോക്കൺ വാങ്ങി സ്റ്റേക്ക് ചെയ്തു, അവിടെ സ്റ്റിൽ ചെയ്ത് നിർത്തി, നമുക്ക് ഡെയിലി ജനറേറ്റ് ചെയ്യുന്ന ടോക്കൺ. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, വീക്കിലി നിങ്ങൾക്ക് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ 10% ചാർജസ് മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾ ഡെയിലി വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ചാർജ് വരും. ഈ 20% ആണെങ്കിലും ഈ 10% ആണെങ്കിലും അതും നമ്മൾ ROE ആയിട്ട് കമ്പനി നമുക്ക് റീഫണ്ടബിൾ ആയിട്ട് പെർ ഡേ തരുന്നുണ്ട്. ഞങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? എത്രയാണോ കമ്പനി നടക്കുന്ന ബിസിനസ്, ആ ബിസിനസിന്റെ റെഫർ ചെയ്യുന്നതിന്റെ 10% റെഫറലും 10% ബൈനറിയും കഴിഞ്ഞാൽ ബാക്കിയുള്ളതിന്റെ പെർസെന്റേജ് ഹിസാബിൽ ഓൾ കസ്റ്റമർക്ക് അവർ റിട്ട് അനുസരിച്ച് അവർക്ക് പെർസെന്റേജ് ടോക്കൺ ആണ് ഇവിടെ തരുന്നത്. ഇവിടെ പൈസയായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അതുകൊണ്ട് തന്നെ അപ്പക്സ് ടോക്കൺ എന്ന് പറഞ്ഞ ഈ ടോക്കൺ മാർക്കറ്റിൽ ലൈവാണ്. 24/7 ഏത് സമയം നോക്കിയാലും വാങ്ങാനും വിൽക്കാനും ലക്ഷക്കണക്കിന് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. കാരണം അതിന്റെ ഓളിയെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ടോക്കൺ നീട്ടി വരാൻ പോകുന്ന ഒരു 15-20 ദിവസം നമ്മൾ കണ്ടതാണ് 60-80 മില്യൺ ആണ് നമുക്ക് നടക്കുന്ന ബിസിനസ്. 60-70 മില്യൺ ബിസിനസ് നടക്കുന്ന ഓരോ എക്സ്ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ സൈഡിൽ നോക്കിയാൽ മതി, ഓളി എത്ര നടക്കുന്നുണ്ട്, അതിന്റെ പിന്നെ ബിസിനസ്. അപ്പൊ നമുക്ക് കാണാം 60, 70, 80, 90 മില്യൺ ഒക്കെ ബിസിനസ് നടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഇതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുമ്പോൾ അപ്പോൾ ഏതൊരു കമ്പനിക്ക് വരുമ്പോഴും ഉണ്ടാവുന്ന മാതിരില്ല. ഇത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ആദ്യമായിട്ടാണ് എക്സ്ചേഞ്ച് ത്രൂവിൽ ഇങ്ങനെ ഒരു ബാനിങ് സിസ്റ്റം കൊണ്ടുവന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ഇനി ഒരുപാട് എക്സ്ചേഞ്ച് വരുന്നുണ്ട്. ഓരോരോ എക്സ്ചേഞ്ചിന്റെ കണ്ടീഷൻ തന്നെ കോയിൻ മാർക്കറ്റ്, കോയിൻജി കോയിലും അതേമാതിരി അതിലൊക്കെ കണ്ടീഷൻ എന്താണ്, 50 മില്യന്റെ വോളിയം വേണം എന്നാലേ ഒരു ടോക്കൺ എടുക്കുള്ളൂ എന്നില്ല. നമ്മളെ കമ്പനി അതൊക്കെ പാസ് ചെയ്തപ്പോ ഇപ്പൊ അത് എന്ന് വരും ഞാൻ പറയുന്നില്ല, 6ഓളം എക്സ്ചേഞ്ചിൽ ഇനി വരാൻ പോകുന്നുണ്ട്. 1, 2 ഇനി നാളെ നേരം വെച്ചിട്ട് നസക 6 എക്സ്ചേഞ്ച് വരുന്ന നാളെ ചോദിക്കാൻ നിൽക്കണ്ട. ഇത് വരാനല്ല, ഇപ്പൊ ഉള്ള ടോക്കന് 5 സെക്കൻഡ് 10 സെക്കൻഡ് സെല് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. നമുക്ക് ഒരു സെല്ലിങ്ങിന് കൊടുത്താലും ബൈയിങ്ങിന് കൊടുത്താലും സ്പോട്ടിൽ കിട്ടുന്നുണ്ടല്ലോ. അത് രാത്രി 2 മണിക്കാവട്ടെ 3 മണിക്കാവട്ടെ എപ്പോഴും ആകട്ടെ, എനി ടൈം വിഡ്രോവൽ കൊടുക്കുക, ഡെപ്പോസിറ്റും ചെയ്യാം. ഇതിന് രണ്ടിനും എന്തില്ല, ഒരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് അപ്പസ് ടോക്കനെ കുറിച്ച് പറയാനുള്ളത്. നമ്മളെ ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ ഈ പ്ലാനാണ് തീർന്നു കഴിഞ്ഞ് ജസ്റ്റ് സെക്കൻഡ് ടൈമിൽ തന്നെ ഇതാ കമന്റിന്റെ ചാകരയിക്കാരം. എന്താ കമന്റ് എന്നറിയോ? പൊന്നാര സുഹൃത്തുക്കളെ, എന്ത് കമന്റ് ഇട്ടോളൂ,
നിങ്ങളെ ഉള്ളിൽ തട്ടി നോക്കുക. അപ്പ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അബിത് മണി കൊണ്ടുവന്ന ഈ കമ്പനിയുടെ ഈ ടോക്കന്റെ സിഇഒ ആയിരിക്കുന്ന ഈ ടോക്കൺ നിങ്ങൾ $10 വാങ്ങിയിട്ട് 2 ദിവസം കഴിഞ്ഞ് വിറ്റാല് $11 ആയിട്ടുണ്ടാവും. അത് അയാളൊരു പവർ തന്നെ, അത് അയാളൊരു ക്രെഡിബിലിറ്റി തന്നെ, അതൊരു ക്വാളിറ്റിയാണ്. കാരണം എന്താ, അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ എത്ര കുറേ പേര് നമ്മൾക്ക് കമന്റ് അടിക്കുമ്പോൾ ഇത് എല്ലാവരും വിചാരം ഇത് ഇങ്ങനെ തന്നെയാണെന്നുള്ളത്. ഇത് തിരിഞ്ഞ് ഓടരുത്, ഒരുപാട് ചവിട്ടി തത്ത നോക്കി, പക്ഷെ തിരിഞ്ഞ് മേലെ കയറലർത്തി. ഇപ്പം 9 പൈസ സമയത്ത് ഒരാൾ $100 വാങ്ങിയിട്ട് അപ്പ സ്റ്റോക്ക് വാങ്ങി വെച്ചിക്കണമെങ്കിൽ ഇന്നത് $600. 15 ദിവസം കൊണ്ട് കിടന്ന കാര്യം ഞാൻ പറഞ്ഞത്. 15 ദിവസം കൊണ്ട് $100 15 ദിവസം മുന്നേ വാങ്ങി വെച്ച ആളാണെങ്കിൽ ഇപ്പൊ അത് നോക്കുമ്പോൾ $600 ആയിട്ടുണ്ടാവും. കാരണം എന്താ, പ്രൈസ് അടിച്ചു കയറിയുന്നതാണ്. ഇതേമാതിരിയാണ് ഇനി വരാൻ പോകുന്ന കുറച്ച് കാലം നമുക്ക് കാണാൻ പറ്റും. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് വിശ്വസിക്കും വേണ്ട. കാരണം എന്താ, ഇത് ഒരാളെ അടിച്ചേൽപ്പിക്കാനുള്ള, ഇതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ അപ്പെക്സ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ടോക്കൺ ആദ്യമായിട്ടാണ് മാർക്കറ്റിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ നമ്മൾ ഒരുപാട് തന്നെ ടോക്കൺ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ കണ്ട ടോക്കനുകളൊന്നും ഇന്ന് മാർക്കറ്റിലില്ല, ലിസ്റ്റ് ചെയ്തിട്ടില്ല. ട്രസ്റ്റ് വാലറ്റ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും, അത് ലോഗോ ഉണ്ടാവില്ല, അതിന് വാല്യൂ ഉണ്ടാവില്ല. ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടത് ഇന്ന് മാർക്കറ്റിലില്ല. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് നോക്കാൻ തന്നെ ഒരുപാട് ടോക്കണിന്റെ ബാക്ക് പറയുന്നുണ്ട് പല ആളുകളും. എന്ത് പറയാൻ കാരണം, അതൊക്കെ വന്നു പോയതാ, പക്ഷെ അതൊന്നും ലിസ്റ്റ് ചെയ്തില്ല, ആൾക്കാരെ പൈസ കൊണ്ടുപോയി. നിങ്ങൾ വാങ്ങി വെച്ച ടോക്കൺ ഇന്നും നിങ്ങൾ ട്രസ്റ്റ് വാലറ്റ് എത്ര പൈസ ആവട്ടെ ആ പൈസക്ക് വിൽക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്. ഇനി ഇത് ടീം ലീഡേഴ്സും, പിന്നെ ഒരുപാട് ലീഡേഴ്സ് ഉള്ള ആളുകളുണ്ട്, ലീഡേഴ്സ് ഇല്ലാത്ത ആളുകളുണ്ട്, പല ആളുകളുണ്ട്. ഈ നിങ്ങളൊക്കെ പറയാനുള്ളത്, നമുക്ക് ഇനി നിലവിൽ ഫേസ് 1 ചെയ്ത ആളുകൾക്ക് അപ്പെക്സ് സ്റ്റോക്ക് നമുക്ക് പിന്നെ 5% വെച്ചിട്ട് എടുക്കാനുള്ള ഓപ്ഷൻ കമ്പനി തന്നിട്ടുണ്ട്. അത് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് TRC ടോക്കൺ അവിടെ ഉണ്ട് കേട്ടോ, അതിന് പോയിട്ടില്ല. കാരണം നിങ്ങൾക്ക് അവിടെ അത് ക്ലോസ് ചെയ്തവർക്ക് കിട്ടില്ല. ക്ലോസ് ചെയ്യാത്തവർക്ക് TRC ടോക്കൺ അവരെ കാലാവധി കഴിയുമ്പോൾ അവർ ട്രസ്റ്റ് വാലറ്റ് തരും. ആ ട്രസ്റ്റ് വാലറ്റ് കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോൾ ഇത് 12 എക്സ്ചേഞ്ചിൽ വന്ന് പിന്നെ TRC ടോക്കൺ ആണ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആരും എന്ത് ചെയ്യണ്ട, അത് വിറ്റ് ഒക്കപ്പാടെ നിങ്ങൾ വെക്കാൻ നിൽക്കണ്ട. ആ സിസ്റ്റം അവിടെ നിൽക്കുന്നവർക്ക്, ഇതിന് മാറാത്തവർക്കും അത് ആ ടോക്കൺ അവിടെ കിട്ടുന്ന ഒരു കാലം അധികം ദൂരമല്ല. കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കാം, അപ്പെക്സ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഈ 3 നെറ്റ്വർക്കിന് ടോക്കണും ഇത് ഒരു എക്സ്ചേഞ്ചിൽ വരും, ആ എക്സ്ചേഞ്ചിൽ ഒരു ബിഡ്ജിൽ ഒക്കെ സ്വൈപ്പിംഗ് ഓപ്ഷൻ വരുന്നുണ്ടാവും. 3 നെറ്റ്വർക്കും വരും. ഇത് വരാൻ പോകുന്ന 2027, 2028 കാലഘട്ടങ്ങളിലൊക്കെ ഇതിന്റെ ന്യൂസിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, 10, 27, $30 ആവും എന്ന് പറയുന്നുണ്ട്. ഇനി വേണ്ട, $1 വന്നാലാണ് ഞാൻ ഈ പറഞ്ഞത് 200 ഇരട്ടിയാവും. ഇന്നത്തെ മാർക്കറ്റ് വെച്ചാണെങ്കിൽ $1 വന്നാൽ 200 ഇരട്ടിയാവും. അപ്പൊ 27, 30 ഞാൻ പറയണേ ഇല്ല. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, വരാൻ പോകുന്ന 3 മാസത്തിനുള്ളിൽ ഈ ടോക്കൺ എങ്ങാനും $10 വന്നാൽ നിങ്ങൾ ഇട്ടതിന്റെ 10 ഇരട്ടിയായോ, അല്ലെങ്കിൽ 20 ഇരട്ടിയായോ? $10, അധികമൊന്നും പറയുന്നില്ല, $10. ഇതെന്താ, പടിപടിയായിട്ട് നല്ല ഉഷാറായിട്ട് നല്ല നമുക്കറിയാം. ഇപ്പൊ ലിക്വിഡിറ്റി പിന്നെ എക്സ്ചേഞ്ചിൽ കയറിക്കൊണ്ടേ നിൽക്കുക. ആ ലിക്വിഡിറ്റി കയറുന്നുണ്ട്. ഇപ്പൊ കുറെ ആളുകൾ കുത്തി മറിഞ്ഞ് വിൽക്കാൻ നോക്കുന്നുണ്ടാവും. വിൽക്കുന്നതിന് ഒരു കുഴപ്പമുണ്ടാവില്ല, പക്ഷെ അടി പോകുന്നതിന്റെ കാരണം എന്താ, അവിടെ ലിക്വിഡിറ്റി ആഡ് ആയതുകൊണ്ടാണ് അടിയിൽ പോകാത്തത്. അല്ലെങ്കിൽ ചില ആൾക്കാർ വാങ്ങി ഇങ്ങനെ വെക്കുന്നുണ്ടാവും, ഇപ്പൊ ഒന്നും കൊടുക്കണ്ട, കാരണം കുറച്ച് പ്രൈസ്, കാരണം എനിക്ക് 9 രൂപയ്ക്കോ 10 രൂപയ്ക്കോ 12 രൂപയ്ക്കോ 20 പൈസക്കോ 30 പൈസക്കോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പം ഇനി 50 പൈസക്കെങ്കിലും എടുത്തു വെച്ചാല് ആ വരാൻ പോണ 1, 2, 3 റുപ്യ വന്ന സമയത്ത് നമുക്കത് പ്രോഫിറ്റിൽ കൊടുക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഇങ്ങോട്ട് പറയാനുള്ളത്. നമ്മളിപ്പോ എന്നും സൂമിൽ വരാത്തതിന്റെ കാരണം കുറേ ആളുകൾക്ക് ഇതുണ്ട്, നമ്മൾ വരാം, നമ്മൾക്ക് ഒന്നും അറിയാത്തതുകൊണ്ടാണ്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് പറയാം, എനിക്കത് പ്രൊഫഷണൽ ആയിട്ട് പറയാനൊന്നും അറിയില്ല. ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് $50 ഇത് വാങ്ങി വെക്കാൻ പറ്റുകയാണെങ്കിൽ, ബാൻ ചെയ്ത് കളയാൻ പറ്റുകയാണെങ്കിൽ, നിങ്ങൾക്ക് അതിന്റെ ടോക്കൺ, അത്യാവശ്യം ടോക്കൺ കിട്ടും. കാരണം ഇപ്പൊ $50 വാങ്ങുകയാണെങ്കിൽ അത്യാവശ്യം ടോക്കൺ ഉണ്ട്. കാരണം $50 $4500. 4500 രൂപയ്ക്ക് നിങ്ങൾ 50 പൈസ ഹരിച്ചു നോക്കണം എത്ര ഉണ്ടെന്ന്. കണ്ടമാനം ടോക്കൺ ഉണ്ട്. ഈ ഒരു $4500 ടോക്കൺ മാത്രം മതി നിങ്ങൾക്ക് വലിയൊരു ഏണിങ്സ് ഉണ്ടാക്കാം. 5, 10, 25 ലക്ഷം ആകണമെങ്കിൽ വലിയ ദൂരമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ വാങ്ങിയിട്ട് 1-2 വർഷത്തിന് മാറ്റി വെക്കണം. അല്ലാതെ നിങ്ങൾ നാളെ തന്നെ എടുത്തിട്ട് വലിയ പൈസയാവും ഞാൻ പറയുന്നില്ല. കാരണം ഒരാൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റിയ എമൗണ്ട് $50. ഈ $50 നിങ്ങൾക്ക് വാങ്ങി വെക്കുകയാണെങ്കിൽ നല്ല ഏണിങ്സ് ഉണ്ടാവും, ഒരു മാറ്റവും ഇല്ല. ഓക്കെ, ഇത്രയും കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഇതില് പുതിയ അപ്ഡേഷൻ നമുക്ക് വരാനുണ്ട്. അത് ഞാനായിട്ട് പറയുന്നില്ല, ഓരോരോ അപ്ഡേഷൻ വരുന്നതനുസരിച്ച് കമ്പനി പറയുന്നുണ്ടാവും, കമ്പനി CEO നമ്മളെ മുന്നിൽ വരുന്നുണ്ടാവും. അപ്പൊ ഓരോന്നും തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കാണ് വിചാരിക്കുന്നത്. ഇനി
നെക്സ്റ്റ് ഞാൻ വിചാരിക്കുന്ന ഒരു 2-3 സൂൺ വരെ സൂം എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, കണ്ടിന്യൂ സൂം എടുക്കണം എന്ന് പിന്നെ കമ്പനി തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. നിങ്ങളെ വിളിച്ച് വരുത്തി അവരോട് ചോദിക്കുക, നിങ്ങൾ ആരെ കൊണ്ടുവന്ന് അവരോട് ചോദിക്കുക, മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് 100% ബോധ്യമാകുകയാണെങ്കിൽ മാത്രം ഇതിൽ $50 ഇട്ടാൽ മതി. കാരണം എന്താ അറിയോ, നമ്മൾ ഒരുപാട് പേര് പൈസ പല ഭാഗത്തും തിരിച്ചും മറിച്ചും അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടിടും. അങ്ങനെ ഇടല്ലേ, നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായിട്ട് മാത്രം ഇട്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ അതെന്ത് വലിയ ടെൻഷനായിട്ട് മാറും. ഇത് എടുത്തു തരാനും പറഞ്ഞു തരാനും ആളില്ല. അങ്ങനെ പല ആൾക്കാരും മെസ്സേജ് അയക്കലുണ്ട്. അപ്പൊ നിങ്ങൾ വിളിച്ചു കൊണ്ടുവന്ന ആരോട് കറക്റ്റ് ചോദിക്കുക, അവർക്ക് പറഞ്ഞ് മനസ്സിലായി തരുന്നുണ്ടാവും. ഓക്കെ, ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അടുത്ത നെക്സ്റ്റ് സൂമിലേക്ക് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.